ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വീഡനിലെ മാൽമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു സിറ്റിയിലത്തെ മാൽമോ കാസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാസ്റ്റിലിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഒരു അടിപൊളി കാസ്റ്റിലാണ് കേട്ടോ. ശരിക്കും ഇതൊരു കാസ്റ്റിൽ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് തന്നെ മാൽമോ മ്യൂസിയം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആ ഒരു എൻട്രൻസ് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കൊച്ചു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുന്നിലായിട്ട് തന്നെ ചെറിയൊരു വാട്ടർ ബോഡി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യൂറോപ്പിലുള്ള പല കാസ്റ്റിലുകളും നമ്മൾ കാണുന്നതാണ് ചുറ്റിനും ചെറിയൊരു വാട്ടർ ബോഡി. പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ആൾക്കാർ പെട്ടെന്ന് കയറാണ്ടിരിക്കാൻ ചെയ്തതായിരിക്കാം. നമ്മൾ കാസ്റ്റിലിൻ്റെ അകത്തേക്ക് കയറി വന്നു കഴിയുമ്പോൾ തന്നെ എൻട്രൻസിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ജിറാഫിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാം കേട്ടോ. ആദ്യം നമ്മൾ വിചാരിച്ചത് ചെറിയൊരു സ്റ്റാച്ചു ചെയ്തിട്ടുള്ളതെന്നാണ്, പക്ഷേ ശരിക്കുമുള്ള ജിറാഫിൻ്റെ കുറേ ബോഡി പാർട്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മ്യൂസിയം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒറിജിനലായിട്ടുള്ള ജിറാഫിൻ്റെ ആ സ്കിന്നും ആ ഒരു തോലൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ജിറാഫിനെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ കുറേ കുട്ടികളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ, പാരൻസിൻ്റെ കൂടെ. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു കാസ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ഓൾഡ് പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ഓൾഡ് പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ഒരു ഗാലറി ഒരു നോർഡിക് ആർട്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ സ്റ്റഫ്ഡ് ആനിമൽസും കുറേ ടോർച്ചർ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ആദ്യം കയറി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കുറേ പിക്ചേഴ്സൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു ക്ലോത്ത്സിൻ്റെ പോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇതൊരു പഴയ ക്ലോത്ത്സ് മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുക, ഇത് ചെറിയതായിട്ടൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് കൂടി ഇവർ വെച്ചിട്ടുള്ളതാണ്. പഴയതും പുതിയതുമായിട്ടുള്ള പല ഡിഫറെൻറ്റ് സ്റ്റൈലിൽ പല കാലഘട്ടത്തിലുള്ള ക്ലോത്ത്സൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നല്ലൊരു ഷോപ്പിംഗ് ഏരിയയിൽ കയറിയ ഒരു ഫീലാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ സാധാരണ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ള അല്ലെങ്കിൽ ഒരു കാസ്റ്റിൻ്റെ ഉള്ളൊക്കെ ഇത് നമ്മൾ റെയറായിട്ടാണ് കാണാം. പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ആൾക്കാർ യൂസ് ചെയ്തിരുന്നുള്ള കുറേ എക്യുപ്മെൻറ്റ്സൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ചെറുതായിട്ടുള്ള പാത്രങ്ങൾ, ചെറിയ ചെറിയ പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ അതൊക്കെയാണ് കാണാൻ പറ്റുക. പിന്നെ പലതരത്തിലുള്ള കല്ലുകൾ, പിന്നെ അതിൻ്റെ തന്നെ പ്രത്യേകതകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള കളക്ഷൻസാണ് ഇതൊക്കെ. ഇവിടെയും നമുക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള സ്റ്റോൺസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസൊക്കെ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതാണ് ഇതുപോലത്തെ കുറേ അസ്ഥികൂടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് പണ്ടത്തെ ആ ഒരു കിങ്ഡം, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കുറേ കിങ്സിൻ്റെയും ആൾക്കാരുടെയൊക്കെ സ്കെൽട്ടൻസ് ആണെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും ഒറിജിനലാണ് കേട്ടോ. പിന്നെ അവർ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ പല ആഭരണങ്ങളും പിന്നെ എല്ലിൻ്റെയും കുറേ കഷ്ണങ്ങളും അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നമ്മളിത് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കണം. പിന്നെ പണ്ടത്തെ കാലത്തെ വാറിൻ്റെ ഇവിടെ നടന്നിട്ടുള്ള വാറിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറേ സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ട് പറയാൻ കാരണം. ആർട്ട് മ്യൂസിയം ആണെന്നുള്ളത്. ഇവിടെ നല്ല അടിപൊളി കുറേ തലയോട്ടീസൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ട് പല മ്യൂസിയത്തിൽ ചെല്ലുമ്പോഴും, പക്ഷേ ഇത്ര വലിപ്പമുള്ള ഇത്ര ക്ലിയർ ആയിട്ടുള്ള സ്കെൽട്ടനൊക്കെ ആദ്യമായിട്ടാണ്. ഇതാണ് ശരിക്കും പണ്ടത്തെ കാലത്ത് ഈ ഒരു ഏരിയ, മാൽമോ ഏരിയ, ആ ഒരു വാർ സോണും ഇതൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ടുള്ള ഈ ഒരു മാൽമോ ഏരിയ. അപ്പോൾ ഇങ്ങനത്തെ പഴയ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് വർഷത്തെ ഒന്നും പഴക്കമല്ല, ഏകദേശം 500 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുള്ള ഒരു കാസ്റ്റിലാണിത്. ഏകദേശം 1526 ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുമാത്രമല്ല ഇവിടെ കാണുമ്പോൾ കുറേ ആർട്ട് പിക്ചേഴ്സും അതുപോലെ കുറേ പെയിൻറ്റിങ്സും ഒക്കെ കാണുമ്പോൾ നമുക്കിത് ഭയങ്കര ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു കാസ്റ്റിലാണെന്ന് വിചാരിക്കും. പക്ഷേ ഒരുപാട് ഡാർക്ക് ഹിസ്റ്ററി ഉള്ള ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുള്ള ഒരു കാസ്റ്റിലാണ് കേട്ടോ ഇത്. ഇവിടെ കുറേ ഗണ്ണൊക്കെ ഉണ്ട്, പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഏരിയാസൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. പിന്നെ പണ്ടത്തെ കാലത്ത് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർ ഒളിച്ചിരുന്നിട്ടുള്ള ഏരിയാസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ, ഫ്രണ്ടിലേക്ക് പോകുന്നവരും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റൈൽ, ആർക്കിടെക്ചറൽ സ്റ്റൈൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കാസ്റ്റിലാണിത്. ശരിക്കും കാസ്റ്റിൽ പ്ലസ് മ്യൂസിയം ആയിട്ടാണ് നമുക്കിതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് എടുത്ത് നമുക്ക് വരാൻ പറ്റുക. ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമല്ല, 14-15 യൂറോ മാത്രമേ ഉള്ളൂ ഈ ഒരു കാസ്റ്റിൽ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാസ്റ്റിൻ്റെ ഉള്ളു എന്ന് കഴിഞ്ഞാൽ കുറേ നമുക്കിങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റുന്ന കുറച്ച് അണ്ടർഗ്രൗണ്ട് ഏരിയാസൊക്കെ ഉണ്ട്. അതിലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്.
ഇത് ശരിക്കും കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഏരിയ കാണാൻ പറ്റുക. അപ്പോൾ ശരിക്കും യുദ്ധകാലത്തൊക്കെ ആൾക്കാർ ഒളിച്ചിരുന്ന ഒരു സ്ഥലമാണെന്നാണ് ഇവിടെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പണ്ടത്തെ കാലത്ത് ആ ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മളെ ശരിക്കും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പിക്ചേഴ്സും ഒക്കെയാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അതിലൊന്നാണ് ഈ ഹാങ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ശരിക്കും ഒരു റൗണ്ട് രീതിയിലാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് കണ്ടില്ലായിരുന്നു. ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ എക്സാക്ട്ലി നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് യുദ്ധത്തിൻ്റെ കുറേ സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളൊക്കെ ഇവരിവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഇവർ ആ ഒരു വാർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത്. ഒരു മിനിയേച്ചർ വേർഷൻ എന്നൊക്കെ പറയാം. ഇപ്പോഴത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ടും പിന്നെ ആ വെള്ളമുള്ള ആ ബ്രിഡ്ജുള്ള ഏരിയ ഒക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനകത്ത്. ഇനിയിപ്പോൾ നമ്മൾ മേലിലേക്ക് വരുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പെയിൻറ്റിങ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു കാസ്റ്റിലാണിത്. ഇപ്പോൾ നമുക്ക് പെയിൻറ്റിങ്സാണ് കാണാൻ പറ്റുക. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡാർക്ക് ഹിസ്റ്ററി ഉള്ള ഒരു കാസ്റ്റിലാണിത്. ഒരുപാട് ആൾക്കാർ കൊന്നിട്ടുള്ള ഒരു കാസ്റ്റിലാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ മരിച്ചു പോയിട്ടുള്ള ആ ഒരു കിങ്ഡം സമയത്ത് ഉണ്ടായിരുന്ന കുറേ രാജാക്കന്മാരുടെ പിക്ചേഴ്സൊക്കെയാണ് കൂടുതലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും ഒരു ഗാലറി പോലത്തെ ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു ഹാൾ രീതിയിൽ. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ മരിച്ചു പോയിട്ടുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള ആ കിങ്ഡത്തിലുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരും ആൾക്കാരുടെയൊക്കെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അത്ര അധികം സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു കാസ്റ്റിലിൻ്റെ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു പേടിയാകും ആ ഒരു കുരിശ് തൂങ്ങിക്കിടക്കുന്നതും. ഇത് ശരിക്കും ഒരു ആളെ മരിച്ചിട്ട് നമ്മളിങ്ങനെ വണ്ടിയിൽ വലിച്ചു കൊണ്ടുപോവില്ലേ, അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരാളുടെ പോലത്തെ ബോഡി അവരവിടെ ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. അത് ശരിക്കും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടി തോന്നി. ഒരു സിമെട്രി പോകുന്ന ഒരു ഫീലും ഡെഡ് ബോഡീസിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗും ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടാവുക. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഹിഡൻ റൂംസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി അടിച്ചെടുക്കുമ്പോൾ കൊച്ചു കൊച്ചു ഹിഡൻ റൂംസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നെ പോയി കഴിഞ്ഞാൽ പേടിയാവുന്ന രീതിയിലാണ് വുഡ് കൊണ്ടൊക്കെയാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു കാസ്റ്റിൽ ഇവിടെ ബിൽഡ് ചെയ്തപ്പോൾ ഡെൻമാർക്കിൻ്റെയും അതുപോലെ സ്വീഡൻ്റെയും നോർവേയുടെയും കിങ്സ് കൂടിയിട്ടാണ് ഇത് ചെയ്തത്. അതിനുശേഷം ഇത് മാൽബോയുടെ ഭാഗമായിട്ട് മാറിയപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സ്വീഡൻ്റെ അണ്ടറിൽ വരായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ പെയിൻറ്റിങ്സിൽ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദവും ഹവ്വയുടെയും ആ ഒരു ആപ്പിൾ പറിച്ചു കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് ഇവരിവിടെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ വലിയൊരു വാള് നിറച്ചിട്ടുള്ള രീതിയിൽ ഒരു പെയിൻറ്റിങ് ഇവരിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ പെയിൻറ്റിങ്ങിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇത് മൊത്തം ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ഏരിയയാണ്. കുറച്ചധികം സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഇവിടുത്തെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളൊക്കെ കണ്ട് ഇതിൻ്റെ പുറകിലുള്ള ചരിത്രമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാസ്റ്റിലാണ് മാൽമോ കാസ്റ്റിൽ. പക്ഷെ നമ്മളൊരു 2 hours മാത്രമേ ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നുള്ളൂ. എന്തായിരുന്നാലും ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്തുണ്ട്, നമുക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ. അപ്പോൾ ഇത് മൊത്തം ഒരു ആർട്ട് ഗാലറി എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇത് കുറച്ചുകൂടി ഒരു മോഡേൺ ഏരിയ ഓഫ് ദിസ് കാസ്റ്റിൽ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു കാസ്റ്റിലിൻ്റെ എൻട്രൻസ് ഏരിയയിലായിട്ട് നമ്മൾ ആ സ്റ്റെയർസ് എടുത്ത് മേളിലേക്ക് പോകുമ്പോൾ കാണുന്നതാണ് ഇങ്ങനത്തെ ഒരു ഏരിയ കേട്ടോ. ഇത് ശരിക്കും പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ആണ്. അതിനുശേഷം ഇവർ പെയിൻറ്റിങ്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആ ഒരു കളർഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി സംഭവമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു മ്യൂസിയം ആയിരിക്കും ഇതെന്ന് പറഞ്ഞല്ലോ. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു ഡിനോസർ മ്യൂസിയം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ വലിയ ഡിനോസറിൻ്റെ പിക്ചേഴ്സും അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഗ്രീനിഷ് കളറിലായിട്ട് വലിയൊരു ഡൈനോസറിൻ്റെ ഒരു സ്റ്റാച്ചു പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ഡിനോസറിൻ്റെ പ്ലേസിൽ വന്ന പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വന്നാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പം കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഏരിയ ആണത്. ഇനിയിപ്പോൾ പറയാനുള്ളത് ഇവിടെ കുറേ അക്വേറിയംസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്കിവിടെ വന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷസ് ആണ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആനിമൽസിനെയൊക്കെ കാണാനും അതൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കും വരാൻ പറ്റിയൊരു ഏരിയയാണ് ഈ ഒരു കാസ്റ്റൽ ആൻഡ് മ്യൂസിയം എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൽ ഇതെല്ലാം കവേർഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാസ്റ്റലും മ്യൂസിയവും ഇവിടുത്തെ അക്വേറിയംസും അതുപോലെ തന്നെ ആ ഡൈനോസറിൻ്റെ ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഫുൾ പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഡെഫിനറ്റായിട്ടൊരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻറ്റ് കളർഫുള്ളായിട്ടുള്ള ഫിഷസിനെയൊക്കെ കാണാൻ പറ്റും. ഞാൻ എല്ലാം ഒന്നും ക്യാപ്ചർ ചെയ്തിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു അക്വേറിയം ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഈ ഒരു ബ്ലൂ കളർ ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഭയങ്കര ഡിഫറെൻറ്റ് കളറിലുള്ള ഫിഷസിനൊക്കെ കാണെങ്കിലും ഈ ഒരു ബ്ലൂവും യെല്ലോവും എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ട് തോന്നി. കുറച്ച് അധികം സമയം ഞാനിവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ആ ഒരു യെല്ലോ കളറും കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ഓഫ് ഫിഷസിനൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ലാവൻഡർ ഫീൽഡാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരു ലാവൻഡർ ഫീൽഡ് കാണാൻ വേണ്ടി വന്നോ എന്നല്ല, നമ്മൾ മാൽമോയിൽ തന്നെ ജസ്റ്റ് സിറ്റി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ ഈ ഒരു പ്ലേസ് കണ്ട് നിർത്തുമായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു ലാവൻഡർ ഫീൽഡിൻ്റെ അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് സൈഡിൽ ഇതുപോലത്തെ ചെറിയൊരു കൊച്ചു പോട്ട് പോലത്തെ ഒരു ഏരിയ ഒക്കെ കണ്ടത് കേട്ടോ. മെയിനായിട്ട് കുറേ ബോട്ട്സൊക്കെ ഉള്ള ഒരു ഏരിയ ആണത്. പ്രൈവറ്റ് ബോട്ട് ടൂർസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആണത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഇങ്ങോട്ടേക്ക് വരാമെന്ന് തോന്നി കേട്ടോ. പിന്നെ നല്ലൊരു സീ സൈഡിൻ്റെ അടിപൊളി വ്യൂവും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. മാൽമോ സൈഡിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് സിറ്റി ഔട്ട്സ്കേർട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബീച്ചസ് കാണാൻ പറ്റും. പല തരത്തിലുള്ളതും നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള പല തരത്തിലുള്ള ബീച്ചസ് കാണാൻ പറ്റും. ബീച്ച് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റായിട്ടൊരു ഡിഫറെൻറ്റ് വൈബാണല്ലേ. അപ്പോൾ ഇതൊരു ചെറിയൊരു ബീച്ച് സൈഡാണ്. നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റില്ലൊരു റോക്കൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. എന്നാലും നല്ല രസമായിട്ട് തോന്നിയിട്ടാണ് നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തത് കേട്ടോ. നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണത്. ഇനിയിപ്പോൾ മാൽമോനെ പറ്റി പറയുകയാണെങ്കിൽ മാൽമോയിൽ ഇനി ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ട്രാവൽ വീഡിയോസ് എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു ബീച്ച് സൈഡ് ഏരിയ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. സൺസെറ്റും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.